സംഘപരിവാർ ബന്ധമുള്ള വിഷയങ്ങളിൽ കേസെടുക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന് ഇരട്ടത്താപ്പ്. RSSകാർ പരാതി നൽകിയാൽ ഉടനടി കേസെടുക്കുമെങ്കിൽ സംഘപരിവാറുകാർക്ക് എതിരെയുള്ള കേസുകളിൽ മെല്ലെപ്പോക്കാണ് നയം. TG മോഹൻദാസിനെതിരെ കേസെടുക്കാൻ ദിവസങ്ങൾ വൈകിയപ്പോൾ സണ്ണി M കബിക്കാടിനെതിരെ കേസെടുക്കാൻ മണിക്കൂറുകൾ പോലും വേണ്ടിവന്നില്ല. തിരൂർ മലയാളം സർവകലാശാലയിലെ പ്രതിഷേധത്തിലെ സണ്ണി M കബിക്കാടിന്റെ പ്രസംഗമാണ് പരാതിക്ക് വഴിയൊരുക്കിയത്. ഇതിന്റെ പേരിൽ അയ്യപ്പസ്വാമിയെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിച്ചതായി സംഘപരിവാർ നേതൃത്വത്തിലുള്ള തിരുവാഭരണ പാത സംരക്ഷണ സമിതി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. വ്യാഴാഴ്ച ലഭിച്ച പരാതിയിൽ ഉടൻ തന്നെ കേസുമെടുത്തു. സണ്ണി M കബിക്കാടിനെതിരെ കേസെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സ്ഥിരീകരിച്ചു. സണ്ണി M കബിക്കാട് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. ശബരിമല അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരോപണം ഉയരുകയും ചെയ്യുന്നു. അതേസമയം RSSകാരനായ TG മോഹൻദാസിനെതിരെ കേസെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഈ താൽപര്യം പോലീസിനുണ്ടായില്ല. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ദില്ലിയിൽ സമരം ചെയ്ത പെൺകുട്ടികൾക്കെതിരെ അശ്ലീലം നിറഞ്ഞ അധിക്ഷേപ പ്രസ്താവനകളാണ് മോഹൻദാസ് നടത്തിയത്. ഇയാൾക്കെതിരെ ചെറുവിരലനക്കാൻ പോലും ആഭ്യന്തര വകുപ്പ് ആദ്യം തയ്യാറായിരുന്നില്ല. SFI ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് കലാപാഹ്വാനത്തിന് കേസെടുത്തത്. എന്നിട്ടും TG മോഹൻദാസിനെ ചോദ്യം ചെയ്യാനോ ഇയാളുടെ YouTube വീഡിയോ പരിശോധിക്കാനോ നടപടി ഉണ്ടായില്ല. പ്രതിഷേധം ശക്തമായപ്പോൾ മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്തതും 2 ആഴ്ചയോളം കഴിഞ്ഞ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതും. ഇതോടെ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആഭ്യന്തര വകുപ്പ് പോലും സംഘപരിവാർ അനുകൂല മനോഭാവത്തിലേക്ക് മാറിയെന്ന വിമർശനവും ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.